ഹായ് എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് തൊണ്ടയ്ക്കൊക്കെ അസുഖമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ശബ്ദമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ സ്കിറ്റോ ട്രാവൽ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പം നാട്ടിൽ താമസിക്കാതെ പുറത്തൊക്കെ നിൽക്കുന്നവരൊക്കെ ആകുമ്പം വെക്കേഷന് നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ നമ്മളെ ചെടികളൊക്കെ വാടിപ്പോകും. ചെടികളൊക്കെ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ ചെടികൾ വാടിപ്പോകുന്നൊക്കെയുള്ള ഒരു ടെൻഷനുള്ള ഒരുപാട് ആൾക്കാരില്ലേ. അപ്പം അവർക്കുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയുന്നത്. ഒരു ചെറിയ രീതിക്ക് നമ്മളതായിട്ടുള്ള വലിയ ചിലവില്ലാത്ത ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. അപ്പോൾ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇത് ഫിറ്റ് ചെയ്തതും ആ ഫിറ്റിങ്ങും എല്ലാം കാണിച്ചു തരാം. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ചെടികളെ അവസ്ഥയും കാണിച്ചു തരാം. അപ്പോൾ ചെടികൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നനയ്ക്കുന്ന പോലെയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇതൊരു കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ടിയിരുന്നു. എനിക്ക് സമയം കിട്ടിയിട്ടില്ല, പെട്ടെന്നാണ് അത് ഫിറ്റിങ്ങും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ചിലതിലൊക്കെ ഈ വാൾവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക ചെയ്തിട്ട് ശരിയാക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിക്ക് ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പിന്നെ അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് കോളാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ കണ്ട സാധനമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. 555 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ വാൽവുകൾ, ഇപ്പോൾ പൈപ്പുകൾ, ടെഫ്ലോൺ ടാപ്പും ഒക്കെ ഉണ്ട് തന്നിട്ടുണ്ട്. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് ചെടികൾ പിന്നെ നനയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ പാക്കേജിങ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഒന്നും കേടുവരാതെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ കണ്ട സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. വലിയ പൈപ്പൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തിലുണ്ട്. 30 ചെടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. 2 എക്സ്ട്രാ ആയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു പൈപ്പിൽ നിന്ന് അങ്ങ് കണക്ട് ചെയ്യാൻ, ഞാനല്ല എൻ്റെ ഭർത്താവ് കണക്ട് ചെയ്തിട്ട് ഈ വലിയ പൈപ്പാണ് ഈ കാണുന്നത്. അത് മൊത്തം ചെടികളെ താഴേക്ക് ലേ ഔട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാ ചെടികളെയും താഴെ എത്താനുള്ള രീതിക്ക്. പിന്നെ അതാ കണ്ടോ ഒരു ചെറിയ പൈപ്പിൻ്റെ മുന്നിൽ വെക്കാനുള്ളൊരു സാധനം. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. ടെഫ്ലോൺ ടാപ്പ് കൊണ്ട് കണ്ടോ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. അപ്പോൾ നീല ഒരു പ്രിക്ക് ചെയ്യുന്ന സാധനം അവർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഓട്ട തുളക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ കണ്ട ടെഫ്ലോൺ ടാപ്പ് കൊണ്ട് വെച്ച സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യണം. കണ്ടോ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ നിന്ന് നോക്കുക എന്നല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കഷ്ടപ്പാടൊക്കെ ചെടി കുഴിച്ചിടാൻ ഞാനും കഷ്ടപ്പാടിൻ്റെ ഭർത്താവിനെന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചെടീൻ്റെ അടിയിലും ഈ പൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു പോയിൻ്റ്, ഇതിൻ്റെ താഴെ പോയിൻ്റാണ് കേട്ടോ. ഒരു പോയിൻ്റ് ചെയ്യണ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ പൈപ്പ് കണക്ട് ചെയ്ത് പിന്നെ അതിൽ ഒരു വാൾവ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ അതൊരു ചുവന്ന കളർ വാൾവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കാണുന്നത്. ഇത് ഭയങ്കര ടഫായിട്ടുള്ള പണിയാണ് കേട്ടോ. ഈ ഒരു കുഞ്ഞൊരു ഓട്ടയേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പൈപ്പ് അങ്ങോട്ട് കടത്തണം. അപ്പോൾ ഭയങ്കര കൈ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് കാണിച്ചു തരും ശരിക്കും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ. ടൈറ്റാക്കിയ വെള്ളം വരില്ല, ലൂസാക്കിയ വെള്ളം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വെള്ളം കൺട്രോൾ ചെയ്യുക. ഇത് എല്ലാ പൈപ്പിൻ്റെയും മുന്നിൽ പിടിപ്പിച്ചിട്ട് ഈ പോയിൻ്റ് ചെയ്തൊരു ആരോ പോലെയാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം. അതെന്താ പറയാമെന്ന് എനിക്കറിയില്ല. അത് ഓരോരോ ചെടീൻ്റെ താഴെ കുത്തിയിടുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം അതിൽ കൂടി വാൾവ് തുറന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. കൂട്ടുകയാണെങ്കിൽ കൂട്ടുക. അപ്പോൾ ഇത് എല്ലാ ഫിറ്റിങ് കഴിഞ്ഞതിന് ശേഷം രാത്രിയുള്ള അവസ്ഥയാണ് പോകുന്നതിൻ്റെ തലേദിവസം നാട്ടിലേക്ക്. കണ്ടോ എല്ലാ ചെടീൻ്റെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട് ആ പൈപ്പ്. കണ്ടോ കുറച്ച് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ടൈമൊക്കെ എടുത്ത് നമുക്ക് നോക്കാൻ സമയം ഉണ്ടാവണം, ഏതൊക്കെ വാൽവ് തുറന്നിട്ടാണ് ശരിക്കും വരുന്നുണ്ടോയെന്നൊക്കെ. അപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സമയം കിട്ടും ഇതിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലൊക്കെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് വന്ന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല, താഴെയൊക്കെ താമസിക്കുന്നവർക്ക് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചെടി വാടിപ്പോയതും. അപ്പോൾ വെക്കേഷൻ്റെ ശേഷമുള്ള അവസ്ഥയാണ്. അതാ കണ്ടില്ലേ, കുറച്ചൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വാടിയിട്ടില്ല, 1-2 ചെടികളൊക്കെ വാടിയിട്ടുണ്ട്. അതൊന്നാമത് ഈ ചെറിയ തുള്ളിയാക്കി വെച്ചതുകൊണ്ടാവാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടിപ്പൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ.